റീസ്ട്രക്ചറിംഗ് ഓഫ് ദ സെക്യൂരിറ്റി കൗൺസിൽ, സുരക്ഷാ കൗൺസിലിൻ്റെ പുനർസംഘടന എന്ന ഭാഗമാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ശക്തമായ തീരുമാനമെടുക്കുന്ന സ്ഥാപനമാണ് സുരക്ഷാ കൗൺസിൽ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക എന്നതാണ് അതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം. പക്ഷേ സുരക്ഷാ കൗൺസിലിൻ്റെ ഘടനയും അതിൻ്റെ തീരുമാനമെടുക്കൽ നടപടിക്രമവും ജനറൽ അസംബ്ലിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അസംബ്ലിയിൽ നിന്ന് വ്യത്യസ്തമായി കൗൺസിലിൻ്റെ അംഗത്വം 15 രാജ്യങ്ങളായി മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതിൽ 5 സ്ഥിരാംഗങ്ങളാണ്. ചൈന, റഷ്യ, ഫ്രാൻസ്, UK, USA എന്നിവയാണ് 5 സ്ഥിരാംഗങ്ങൾ. സ്ഥിരാംഗമല്ലാത്ത ശേഷിക്കുന്ന 10 അംഗങ്ങളെ 2 വർഷത്തേക്ക് ജനറൽ അസംബ്ലി തിരഞ്ഞെടുക്കുകയാണ്. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, പടിഞ്ഞാറൻ, കിഴക്കൻ യൂറോപ്പ് എന്നിങ്ങനെ ലോകത്തിലെ വിവിധ ഭൂമിശാസ്ത്ര പ്രദേശങ്ങളെ അങ്ങനെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. ഓരോ അംഗത്തിനും ഒരു വോട്ടാണുള്ളത്. 5 സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് 9 അംഗങ്ങളുടെ ഭൂരിപക്ഷ വോട്ടിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓരോ സ്ഥിരാംഗത്തിനും തീരുമാനം നിരസിക്കാനോ വീറ്റോ ചെയ്യാനോ അധികാരമുണ്ട്. അതിനർത്ഥം സ്ഥിരാംഗങ്ങളിൽ ഒരാളുടെ നിഷേധാത്മക വോട്ട് കാരണം ഏത് പ്രമേയവും റദ്ദാക്കുന്നതിലേക്ക് നയിക്കും. മറ്റെല്ലാ സ്ഥിരാംഗങ്ങളും പിന്തുണച്ചാലും ഏതെങ്കിലും ഒരു സ്ഥിരാംഗത്തിൻ്റെ വീറ്റോ വന്നു കഴിഞ്ഞാൽ കൗൺസിലിന് ആ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അധികാരമില്ല. ഇതാണ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തന രീതിയും. ഇനി നീഡ് ഫോർ UN സെക്യൂരിറ്റി കൗൺസിൽ റിഫോംസ്. UN സെക്യൂരിറ്റി കൗൺസിലിൽ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? UN ഒരു വലിയ ലോകത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിൽ 5 സ്ഥിരാംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതാണ് വിരോധാഭാസം. സെക്യൂരിറ്റി കൗൺസിൽ രൂപീകരിക്കുന്ന സമയത്താണ് വലിയ ശക്തികളെ സ്ഥിരാംഗമാക്കിയത്. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ശക്തമായ പ്രവർത്തനത്തിനും ലീഗ് ഓഫ് നേഷൻ എന്ന സംഘടന പരാജയപ്പെട്ടതുപോലെ ഒരു പരാജയം ഒഴിവാക്കാനുമായിരുന്നു ഇങ്ങനെ ഒരു ശ്രമം ഉണ്ടായത്. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നിലവിലെ ഘടന 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോകത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ലോകത്തെ നിലവിലെ മാറിക്കൊണ്ടിരിക്കുന്ന അധികാര സന്തുലിതാവസ്ഥയുമായിട്ട് ഇപ്പോഴത്തെ ഘടന പൊരുത്തപ്പെടുന്നില്ല. ഫോർ ഈസ്റ്റ് ഏഷ്യ, തെക്കൻ അമേരിക്ക, ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങൾക്ക് കൗൺസിലിൽ സ്ഥിരാംഗത്വത്തിൽ പ്രാതിനിധ്യമില്ല. G4 ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി, ജപ്പാൻ പോലുള്ള പ്രധാന സമ്പദ് വ്യവസ്ഥകളുടെ ഉയർച്ചയുള്ള വളർന്നു വരുന്ന ലോകശക്തികളും UN സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗമല്ല. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അധികാര സന്തുലിതാവസ്ഥയുമായി സെക്യൂരിറ്റി കൗൺസിൽ പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. ഇനി എന്താണ് UN സുരക്ഷാ സമിതിയുടെ വിപുലീകരണത്തിലെ തടസ്സങ്ങൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. 5 സ്ഥിരാംഗങ്ങൾ തങ്ങളോടൊപ്പം മറ്റൊരു രാജ്യവും അതിൽ സ്ഥിരാംഗമായി വരാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യങ്ങൾ സ്വന്തം നിലയിൽ ഇത്തരമൊരു പദവി ഉപേക്ഷിച്ച് മറ്റാർക്കെങ്കിലും കൊടുത്തതായി ചരിത്രത്തിൽ ഇല്ലതാനും. 2005 കൗൺസിലിൻ്റെ വിപുലീകരണത്തിനുള്ള പ്രമേയവുമായി G4 രാജ്യങ്ങൾ വന്നപ്പോൾ നിലവിലെ സ്ഥിരാംഗങ്ങൾ ശക്തമായി അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അതിനോട് വിമുഖത കാണിക്കുകയാണ് ചെയ്യുന്നത്. കൗൺസിലിൻ്റെ വിപുലീകരണം അതിൻ്റെ കാര്യക്ഷമതയിലും പ്രവർത്തനത്തിലും ഇടിവ് വരാൻ കാരണമാകും എന്ന ആശങ്കയാണ് അവർ ഉയർത്തിയത്. മാത്രവുമല്ല, ഒരു മേഖലയിൽ നിന്നുള്ള സ്ഥിരാംഗത്തിനായുള്ള മറ്റൊരു രാജ്യത്തിൻ്റെ ശ്രമത്തെ ഒരു രാജ്യം എതിർക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്, കൗൺസിലിൽ ഇന്ത്യ സ്ഥിരാംഗമാവാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ വിലങ്ങ് തടിയാവുന്നുണ്ട്. സുരക്ഷാ സമിതിയിൽ ജപ്പാൻ വരുന്നതിനെ ചൈന എതിർക്കുന്നുണ്ട്. സെക്യൂരിറ്റി കൗൺസിലിലേക്ക് യൂറോപ്പിൽ നിന്ന് പ്രതിനിധിയായിട്ട് ജർമ്മനി വരാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഇറ്റലി എതിർക്കുന്നുണ്ട്. തെക്കേ അമേരിക്കയെ പ്രതിനിധീകരിക്കണമെന്ന ബ്രസീലിൻ്റെ ആവശ്യത്തോട് അർജൻറ്റീന ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ ഏത് രാജ്യമാണ് സ്ഥിരാംഗമായി പ്രദേശത്തെ പ്രതിനിധീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവിടെ ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ സുരക്ഷാ സമിതി വിപുലീകരിക്കുന്നതിന് വിലങ്ങ് തടിയായിട്ട് ഉള്ളത്. ഇനി ഇന്ത്യ ആൻഡ് പെർമനൻറ്റ് മെമ്പർഷിപ്പ് ഇൻ സെക്യൂരിറ്റി കൗൺസിൽ. ഇന്ത്യയും സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗത്വവും എന്ന ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. UN സെക്യൂരിറ്റി കൗൺസിൽ രൂപീകരിച്ചതിൻ്റെ ആദ്യ 40 വർഷക്കാലം ഇന്ത്യ ഒരിക്കലും സ്ഥിരാംഗത്വം ആവശ്യപ്പെട്ടിരുന്നില്ല. 1993 UN പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട പൊതുസഭയുടെ പ്രമേയത്തിന് മറുപടിയായിട്ട് ഇന്ത്യ രേഖാമൂലം ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു. അപ്പോഴും തങ്ങൾക്ക് സ്ഥിരാംഗത്വം വേണമെന്ന് ഇന്ത്യ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് കൗൺസിലിൽ സ്ഥിരാംഗത്വം വേണമെന്ന് ഇന്ത്യ പ്രത്യേകം ആവശ്യപ്പെടാൻ തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചു കാലം മാത്രമായിട്ടുള്ളൂ.
ഇന്ത്യ തങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത് വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. ഒരു 21-ാം നൂറ്റാണ്ട് മുതലൊക്കെയാണ് ഇന്ത്യ ഈ ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്തിനായി ഇന്ത്യ നിലവിൽ ശക്തമായിട്ട് വാദിക്കുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ലിബറൽ ജനാധിപത്യ രാജ്യമാണ്. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമാണ്. ലോകത്തെ 3ാമത്തെ വലിയ സായുധ സേനയുള്ള രാജ്യമാണ്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന ദൗത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സൈനികരെ സംഭാവന ചെയ്യുന്ന രാജ്യമാണ്. ഈ ഒരു വസ്തുതയെ ഉയർത്തിക്കാട്ടിയിട്ട് ഇന്ത്യ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്തിനായിട്ട് വളരെ ശക്തമായി വാദിക്കുന്നുണ്ട്. എന്നാൽ US-ഉം മറ്റു സ്ഥിരാംഗങ്ങളും സെക്യൂരിറ്റി കൗൺസിൽ വിപുലീകരിക്കുന്നതിന് പിന്തുണ ഒരിക്കലും നൽകുന്നില്ല. ഇതിനാൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നടപ്പാകുന്ന കാര്യം അനിശ്ചിതത്വത്തിലായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് UNAയുടെ സെക്യൂരിറ്റി കൗൺസിലുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇതോടുകൂടി നമ്മൾ ഈ പേപ്പറിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.